ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റിന് മുന്നോടിയായിട്ട് വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തിരിക്കുകയാണ് രോഹിത് ശർമ്മയും കോഹ്ലിയും. ഇന്ത്യൻ ടീം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് നടന്ന പരിശീലന മത്സരത്തിലാണ് രോഹിത് ശർമ്മ കത്തിക്കയറിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാമത്തെ ടെസ്റ്റ്. ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് വിജയിച്ചേ മതിയാവൂ. ഇന്ത്യ പല തന്ത്രങ്ങളും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പരിശീലന മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ടീം രണ്ട് സ്ക്വാഡായിട്ടാണ് ഇന്ന് തിരിഞ്ഞത്. രോഹിത് ശർമ്മയും കോഹ്ലിയും വെവ്വേറെ സ്ക്വാഡിലായിരുന്നു. രോഹിത്തും ജയ്സ്വാളുമാണ് ഇന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ അടിച്ചു കളിച്ചിരിക്കുകയാണ്. രോഹിത് ഇന്ന് സെഞ്ചുറി നേടി. അതുപോലെ എതിർ ടീമിൽ കോഹ്ലി നന്നായിട്ട് കളിച്ചു. ഇന്ത്യൻ താരങ്ങൾ ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ടെസ്റ്റ് നോക്കിയാൽ രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോം ഔട്ട് ആയതാണ് ഇന്ത്യക്ക് പണിയായത്. ഇപ്പോൾ ഇതാ രണ്ടുപേരും ഫോമിലേക്ക് തിരിച്ചെത്തി. ഇനി ഇന്ത്യക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല. നാളത്തെ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ അടിച്ചു തകർക്കും. രണ്ടാമത്തെ ടെസ്റ്റിൽ രോഹിത് ശർമ്മ ഫോം ഔട്ട് ആവാൻ കാരണം താരം ഓപ്പണിംഗിൽ നിന്ന് മാറി 6ാം സ്ഥാനത്താണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് രോഹിത്തിന് കളിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ രോഹിത് ശർമ്മ ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തി. അതുപോലെ കോഹ്ലി ഫോമിലെത്തിയിരിക്കുകയാണ്. കോഹ്ലി ഫോമായാൽ പിന്നെ ഇന്ത്യക്ക് പേടിക്കാനില്ല. കോഹ്ലി സെഞ്ചുറി അടിച്ച ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആരാധകർ ആവേശത്തോടു കൂടിയാണ് മൂന്നാമത്തെ ടെസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കോച്ച് ഗംഭീർ വലിയ പ്ലാനോട് കൂടിയാണ് ഇന്ത്യൻ ടീമിനെ മൂന്നാമത്തെ ടെസ്റ്റിന് വേണ്ടി ഇറക്കുന്നത്. പരിശീലന മാച്ചിൽ ഗംഭീറിന്റെ പുതിയ തന്ത്രങ്ങൾ കളിക്കളത്തിൽ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോമായി. ഇനി രാഹുലും ഗില്ലും ഫോമിലെത്തിയാൽ ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റ് ലഭിക്കും. അതുപോലെ ഋഷഭ് പന്ത് ഇപ്പോൾ ഫ്ലോപ്പാണ്. താരം ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ബൗളിംഗിൽ ജസ്പ്രീത് ബുംറയും സിറാജുമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.